മണികണ്ഠൻ നവജ്യോതിയാണ്, ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ്. ഞാൻ ഒരു സ്റ്റുഡൻസിനെ കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിച്ച് കാട്ടാക്കട വഴി വന്നപ്പോൾ ഒരു ചായക്കട കണ്ടു. അപ്പോൾ ഈ ചായക്കടയിൽ നിന്നൊരു ചായയും കുടിച്ച് ഒരു വടയും കഴിച്ചതിന് ശേഷം വീണ്ടും ഡ്രൈവിംഗ് ക്ലാസ്സുമായിട്ട് പോവുകയാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വണ്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊരു ഹോണ്ടയുടെ വെന്യൂ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഹോണ്ടയുടെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഇതിന് എല്ലാ ഗിയറൊക്കെ ഉണ്ട്, ഗിയറെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ക്ലച്ചില്ലാതെയാണ് ഗിയർ ഇടുന്നത്. അപ്പം നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക് ഓടിക്കും പോലെയാണ് ഇത് ഓടിക്കേണ്ടത്. മോനെ അപ്പോൾ ഈ റെഡിയല്ലേ? സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടാ? സീറ്റ് ബെൽറ്റ് ഇട്. അപ്പോൾ ഈ കാണുന്ന സ്റ്റുഡൻസിനെ കൊണ്ടാണ്. ഇപ്പോൾ ഇത് പ്രണവ് എന്നാണ്. അപ്പോൾ അന്നേരം ഇതാണ് വണ്ടി. ഓക്കെ മോനെ അത് ചെയ്തോളൂ. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഇത് കണ്ടോ, ഇത് ഗിയറൊക്കെ ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ അന്നേരം ഈ ഗിയർ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മളിതാ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. ബ്രേക്കിൽ കാല് വെച്ച് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം കുട്ടി എൻജിൻ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ആയില്ല, ഇപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. അപ്പോൾ നമ്മുടെ ഗിയർ സാധാരണ ഇട്ടു. ഓക്കെ ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഗിയർ ഇട്ടതിന് ശേഷം തന്നെ വെറുതെ എന്താണ് ആക്സിലേറ്റർ, ബ്രേക്കിൻ്റെ കാലെടുത്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി മുമ്പിലോട്ട് പോകും. ഇപ്പോൾ നമ്മൾ സാധാരണ മറ്റേ ക്ലച്ചുള്ള അടുത്ത ഇത്ര സ്പീഡായി സെക്കൻഡ് ഗിയർ. അപ്പോൾ ഈ ഗിയർ ഇടാൻ നേരത്ത് നമ്മൾ ആക്സിലേറ്ററിന് കാലെടുത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ക്ലച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ വണ്ടിയുടെ പ്രത്യേകത. മനസ്സിലായല്ലോ? അപ്പോൾ ക്ലച്ചില്ല ഈ വണ്ടിക്കകത്ത്. അങ്ങനെ നമ്മൾ സിറ്റിയൊക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ കാട്ടാക്കട വഴി അങ്ങനെ പോവുകയാണ്. ഓക്കെ ഓടിച്ചോളൂ വണ്ടി. മോനെ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചപ്പോഴേത്? അടിപൊളി വണ്ടിയാണ്. അല്ലേ വണ്ടി അടിപൊളി നോക്കിയാൽ ഇയാൾ ഓടിച്ചപ്പോൾ ഇയാൾ എങ്ങനെ ഉണ്ടായിരുന്നു? കോൺഫിഡൻ്റ് ആയോ? അപ്പം നമ്മൾ വളരെ റോഡൊക്കെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. റോഡ് നോക്കിയിട്ട് മിററൊക്കെ നോക്കി ഓവർടേക്ക് ചെയ്യണേ പറ്റുമെങ്കിൽ. നിങ്ങളുടെ മിറർ നോക്കണം, ഫ്രണ്ട് നോക്കണം. നിങ്ങളുടെ മിറർ നോക്കണം, ഫ്രണ്ട് നോക്കണം. മൂവ് സ്ലോ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മിറർ നോക്കണം. ബ്രേക്ക് നോക്കി മൂവ്. ഹോൺ അടിക്കാത്തതുണ്ടോ? ഹോണൊക്കെ അടിക്കണം കേട്ടോ. ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്തേ. കയറുക. മൂവ്. ഓക്കെ നെക്സ്റ്റ് ഗിയർ. അപ്പോൾ തന്നെ ഇതിപ്പോൾ സാധാരണ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ഗിയർ അങ്ങ് മാറുക, പിന്നെ ഗിയർ ഡൗൺ ചെയ്യുക. ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്ലച്ച് ഇല്ല. ഓക്കെ.